ഹായ്, നമസ്കാരം. ഇന്ന് വേൾഡ് എൻവയറമെന്റ് ലോക പരിതസ്ഥിതി ദിനം ഇല്ലേ? ഇന്ന് ജൂൺ 5. ലാൻഡ് റീസ്റ്റോറേഷൻ, ഡെസർട്ടിഫിക്കേഷൻ, ഡ്രോട്ട്, ഭൂമിയെ വീണ്ടെടുക്കുക, മരുവൽക്കരണം, പിന്നെ ചൂട്. ഈ മുദ്രാവാക്യങ്ങളാണ് ഐക്യരാഷ്ട്രസഭ ഇന്ന് നമ്മളെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. അവർ ലാൻഡ്, അവർ ഫ്യൂച്ചർ. നമ്മളെ ഭൂമിയാണ് നമ്മളെ ഫ്യൂച്ചർ. നമുക്കറിയാം, ഈ കഴിഞ്ഞു പോയ നമ്മളെ കേരളത്തിലെ ചൂട് അസഹനീയമായിരുന്നു അല്ലേ? പണ്ടൊക്കെ നമ്മളെ വീടുകളിൽ ഫാൻ പോലും ഇല്ലായിരുന്ന വീടുകളുണ്ട്. ഇപ്പം അത് ഫാൻ മാറി എ സി ആയി. എ സി അതൊരു ആവശ്യമല്ല, ഒരു അത്യാവശ്യമല്ല, അതൊരു ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ട്? നമ്മളെ ചൂട് നമ്മളെ നാട്ടിൽ മൊത്തത്തിൽ ആഗോള താപനം കൂടിയിട്ടുണ്ട്. ഭൂമി തരുന്ന താപനം അല്ലാതെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ താപനം, ഈ ചൂട് വർദ്ധിക്കാനുള്ളത്. ഈവൻ നമ്മൾ വീട് വയ്ക്കാൻ ഉപയോഗിക്കുന്ന സിമൻറ്റ്, പെയിൻറ്റ് പോലും നമ്മളുടെ ഈ ചൂട് കൂട്ടുന്നുണ്ട്. പ്രകൃതിയുടെ ആ ഷേപ്പിനെ മനുഷ്യനല്ലാതെ വേറൊരു മൃഗവും, അല്ലെങ്കിൽ പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് മനുഷ്യനല്ലാതെ വേറൊരു ജീവജാലങ്ങളും പ്രവർത്തിക്കുന്നില്ല. നമുക്ക് ഓക്സിജൻ തരുന്നത് മരങ്ങളും കുഞ്ഞു ചെടികളുമാണ്. ഈവൻ ഒരു കുഞ്ഞു പുല്ല് പോലും നമുക്ക് ഓക്സിജൻ തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. ഒരു മരം വെച്ച് പിടിപ്പിക്കേണ്ടിയിരുന്നത് 20 കൊല്ലം മുമ്പാണ്. പക്ഷേ നമ്മളന്നത് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ഒരു മരം വെച്ച് പിടിപ്പിക്കുക. ഒരു 2 മാസം മുമ്പ് കേരളത്തിലൊരു കല്യാണം നടന്നു. ഒരു വളരെ വിചിത്രമായൊരു രീതിയാണ് ആ ഭാര്യയും ഭർത്താവും കല്യാണം കഴിഞ്ഞ ശേഷം അവർ സ്വീകരിച്ചത്. അന്ന് കല്യാണത്തിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും അവർ ഓരോ പ്ലാവ് കൊടുത്തു. അത് ഫ്രീ ആയിട്ടാണ് കൊടുത്തത്. അത് പറയുന്ന അവരുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു 10-2000 പേര് അതിൽ പങ്കെടുത്തു. പല സ്ഥലത്തും ഈ പ്ലാവ് കൊണ്ട് വെച്ചിട്ട് അത് ഒരു നല്ലൊരു ഐഡിയ ആണ്. അതുപോലെ നല്ല നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, മാക്സിമം മരങ്ങൾ കട്ട് ചെയ്യാതിരിക്കുക. നമ്മളെ കുഞ്ഞുങ്ങളുടെ ഭാവി നോക്കണം, അല്ലെങ്കിൽ അവർക്ക് ഇതുപോലെ ആഗോള താപനങ്ങൾ ഉണ്ടാകാതിരിക്കുക. അതുകൊണ്ട് ഇന്ന് ഈ പരിസ്ഥിതി ദിനത്തിൽ തന്നെ നമുക്ക് കഴിവതും ഓരോ മരം നിങ്ങൾ വെച്ച് പിടിപ്പിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് താങ്ക് യു വെരി മച്ച്.